ഹായ് സർ. സർ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സർ? ഈ ചോദ്യം വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഞങ്ങളോട് ഒ പിയിൽ വന്ന് ഒത്തിരി പേര് പറയാറുണ്ട്, എനിക്ക് കുറേ നാളായിട്ട് ഷുഗറുണ്ട്, എനിക്ക് അല്പം പോലും കൊളസ്ട്രോൾ കൂടുതലല്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ലാണ്ട് എന്തുകൊണ്ട് ബ്ലോക്ക് വന്നു എന്നുള്ളതാണ് മിക്കവരും ചോദിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡയബറ്റീസ് ഇന്ത്യ വേൾഡിൻ്റെ ക്യാപിറ്റലാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗം ഉള്ളവർക്ക് ഹൃദയത്തിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലും കൊളസ്ട്രോൾ കുറവാണെങ്കിലും ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഷുഗർ ഉള്ളവർക്ക് ഹൃദയത്തിലെ രക്തക്കുഴലിനകത്തൊരു പാടയുണ്ട്, എൻഡോത്തീലിയം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എൻഡോത്തീലിയം ഡാമേജ് ആയിപ്പോവും. അത് എൻഡോത്തീലിയം നശിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള കൊളസ്ട്രോൾ എല്ലാം അവിടെ പോയി അടിഞ്ഞുകൂടി അത് ബ്ലോക്കായിട്ട് മാറും. അതുകൊണ്ട് ഈ ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ തീരെ കുറവാണെങ്കിൽ പോലും ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ചികിത്സിക്കുക മാത്രമല്ല, കൊളസ്ട്രോൾ ഉണ്ടേലും ഇല്ലേലും കൊളസ്ട്രോളിൻ്റെ മരുന്ന് അല്പം ചെറിയ ഡോസെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത നമുക്ക് നല്ലോണം കുറഞ്ഞു കിട്ടും. അതുതന്നെയാണ്, അതായത് ഈ സയൻറ്റിഫിക് ലിറ്ററേച്ചർ എല്ലാം പറയുന്നത് ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക്, പ്രമേഹം ഉള്ള വ്യക്തികൾക്ക് ഹൃദ്രോഗ സാധ്യത 8 മടങ്ങാണ്. ഡയബറ്റീസ് ഇല്ലാത്ത ഒരു വ്യക്തിയെക്കാളും 8 മടങ്ങ് സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ലിറ്ററേച്ചർ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഗർ ഉള്ളൊരു വ്യക്തി ഷുഗർ മാത്രം ചികിത്സിച്ചാൽ പോരാ, അല്പമെങ്കിലും കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചത് നല്ല രീതിയിൽ നിയന്ത്രിച്ചിരിക്കണം. ബ്ലോക്ക് തടയാൻ അത് സഹായിക്കും എന്നുള്ളത്. താങ്ക് യു സർ.